ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക്, ഈ എളിയ ചാനലിലേക്ക് ഈ എളിയവൻ്റെ വലിയ നമസ്കാരം, സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ലളിതാംബികാ മന്ത്രം. ശ്രീ പരാശക്തിയുടെ ഒരു ഗായത്രി അടങ്ങുന്ന ഒരു ചെറിയ മന്ത്രം. എല്ലാ സങ്കടങ്ങളും അമ്മയുടെ നാമം ചൊല്ലിയാൽ അതിന് പൂർത്തീകരണമുണ്ടാവും. ആ സങ്കടങ്ങൾ തീർന്ന് ആഗ്രഹം പൂർത്തീകരണമുണ്ടാവും. ദാരിദ്ര്യ ദുഃഖങ്ങൾ അകലും ലളിതാംബികാ മന്ത്രം നിത്യം ജപിച്ചാൽ. എന്താണോ നമ്മളുടെ സങ്കടം, ആ സങ്കടത്തിന് ഒരു നിവൃത്തി ഉണ്ടാവും. വീട് പണി കഴിയുന്നില്ല, അല്ലെങ്കിൽ കുട്ടികളുടെ വിവാഹം കഴിയുന്നില്ല, അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്നില്ല, എന്താണോ നമ്മുടെ ജോലി കിട്ടുന്നില്ല, എന്താണെങ്കിലും ആ ആവശ്യങ്ങൾ മഹാപരാശക്തിയോട്, ലളിതാംബികയോട് അപേക്ഷിച്ചുകൊണ്ട് ചെയ്യേണ്ടുന്ന ഒരു മന്ത്രം. ഇത് നിത്യം ചൊല്ലാം, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ചൊല്ലാം, അല്ലെങ്കിൽ മാസത്തിൽ 30 വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ പൗർണമിക്കോ ചൊല്ലാം. ഇത് ചൊല്ലുന്നതുകൊണ്ട് നമുക്ക് ഒരു ദോഷവും ഉണ്ടാകുന്നില്ല. കാരണം പരാശക്തിയുടെ ഒരു അംശമാണ് മഹാവിഷ്ണുവിലേക്ക് മഹാലക്ഷ്മിയായി ചേർന്നു. പരാശക്തിയുടെ ഒരു അംശമാണ് ശിവങ്കലിലേക്ക് പാർവതി സ്വരൂപമായി അവതരിച്ചത്. പരാശക്തിയുടെ ഒരു അംശമാണ് ബ്രഹ്മാദേവനിലേക്ക് സരസ്വതി രൂപത്തിൽ ലയിച്ചു എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വിശ്വമാകുന്ന ശക്തി നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ അത് നിർത്തണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിർത്തുന്നതുകൊണ്ട് ഒരു വിരോധവും നമുക്ക്, ഒരു ദോഷവും നമ്മൾക്ക് വരാൻ പോകുന്നില്ല. ഇത് പറയാൻ കാരണം ചിലർ പറയും മന്ത്രങ്ങൾ അങ്ങനെ ജപിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. ഇതൊന്നും ഒരു മന്ത്രമേ അല്ല. അതായത് ഒരു നമസ്കാര വിധിയായിട്ട് കണക്കാക്കിയാൽ മതി. ഒരു ഗായത്രി ചൊല്ലണോ, ലളിതാംബയുടെ ഒരു മന്ത്രം നിത്യം ജപിക്കുക. കാലത്തോ വൈകിട്ടോ ഉച്ചയ്ക്കോ എപ്പോഴാണെങ്കിലും ചൊല്ലാം. ഇതിന് പ്രത്യേകിച്ച് കുളികുറികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ജപരീതിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ ഉച്ച സമയത്ത് ഒരു 11 മണി 12 മണിയായിട്ട് ഫ്രീ ആവുന്ന സമയത്ത് അമ്മയെ ഭജിക്കാം. ഒരു പായിട്ട് അതിലിരുന്നു കൊണ്ട് ഭജിക്കാം. എപ്പോഴാണോ നമ്മൾക്ക് സമയം ആ സമയത്ത് ജപം ചെയ്യാം. ധ്യാനം 21 തവണ ചൊല്ലണം. മന്ത്രം 108 തവണ ചൊല്ലണം. ചൊല്ലുന്നത് വളരെ ഭക്തിമയമായിട്ട് വേണം ചൊല്ലാൻ. ഭക്തിയില്ലാതെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ കുളികുറി വേണ്ട എന്ന് പറഞ്ഞത് കുളിക്കേണ്ട എന്നല്ല പറഞ്ഞതിനർത്ഥം. നിയമങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മൾ അമ്മയുമായിട്ടുള്ള ഭക്തി മാത്രമേ അവിടെ പ്രധാനമുള്ളൂ. ഇത് മന്ത്രം നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുക. കുട്ടികളുടെ എന്താണോ നിങ്ങളുടെ ആവശ്യം, കടങ്ങൾ തീരുന്നതാണെങ്കിൽ ആ കടങ്ങൾ തീരണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടായിരിക്കണം ഈ നാമങ്ങൾ ചൊല്ലേണ്ടത്. പറ്റുമെങ്കിൽ കുളികുറി ജപാദികളൊക്കെ കഴിഞ്ഞ് അമ്മയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ, മൂകാംബിക അമ്മയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലളിതാ പരമേശ്വരി നമ്മൾ ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന പുസ്തകത്തിൻ്റെ ചട്ടമ്മ കാണാൻ ഒരു കരിമ്പൊക്കെ കൈ പിടിച്ചുള്ള ഭഗവതി. അത് തന്നെയാണ് ലളിതാംബ എന്ന് പറയുന്നത്.
ലളിതാ സഹസ്രനാമം ചൊല്ലുന്നവരാണെങ്കിൽ അതിന് ശേഷം ചൊല്ലാം, അല്ലെങ്കിൽ അതിക്ക് മുൻപോ ചെല്ലാം. ആ മന്ത്രങ്ങൾ നമ്മൾ ഉരുവിടുമ്പോൾ ഭക്തി ഉണ്ടാവണം. അമ്മയ്ക്ക് ഒരു നിഷ്ഠയും, അതായത് ഒരു തിയറിക്കലും അമ്മയ്ക്ക് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയണം. കാരണം കവളമാർഗം നമ്മൾ എടുത്തു നോക്കിയാൽ 99 ശ്രീവിദ്യ ഉപാസന നമ്മൾ എടുത്തു നോക്കിയാൽ 99% കവളമാർഗമാണ് ശ്രീവിദ്യ ഉപാസനയിൽ. അതുകൊണ്ടാണ് അത് പ്രചാരത്തിൽ വരാതിരുന്നത്. ഇതൊക്കെ ഒരു അപകൃഷ്ട രീതിയാണ് എന്നൊക്കെ ഒരു പ്രചാരം ഉണ്ടാക്കി ആരും കാണാതെ ഇരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒളിപ്പിച്ചു വച്ചു. 17-14 ലോകം ആ വിശ്വരൂപമായിരിക്കുന്ന പരാശക്തിയുടെ ശക്തിയാണ്. ആ അമ്മയുടെ ആ തിയറി ആരോ മനഃപൂർവ്വം, ഒരു വിഭാഗം ആൾക്കാർ മനഃപൂർവ്വം അത് മുക്കി എന്ന് വേണം പറയാം. പക്ഷേ കാലം അത് വീണ്ടും അത് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇതിനൊക്കെ എന്താ അർത്ഥം എന്ന് വെച്ചാൽ, എല്ലാ മനുഷ്യരും സാത്വികരായി ജീവിക്കുക. മധ്യമ പൂജ ഇവിടുത്തെ ഭൂതഗണങ്ങൾക്കും ഭഗവതിക്കുമുള്ള കർമ്മമാണ്. അല്ലാണ്ട് എന്നും നമ്മൾ മത്സ്യമാംസം കഴിക്കാനല്ല കവളമാർഗം തീരുമാനിക്കേണ്ടത്, നിശ്ചയിക്കുന്നത്. അതിനൊരു സിലബസ് ഉണ്ട്. മധ്യമ പൂജ ഭൂതഗണങ്ങൾക്കുള്ള പൂജ, അതിനുശേഷം അതിൻ്റെ ഉച്ഛിഷ്ടം ആ മനുഷ്യൻ ആരാണോ ചെയ്തത് ആ മനുഷ്യൻ കഴിക്കണം. ഇല്ലെങ്കിൽ വീണ്ടും 21 തലമുറ നമ്മൾ മറ്റുള്ള പട്ടിയും പശുവും പുഴുക്കയായിട്ട് ജനിക്കേണ്ടതായി വരും എന്നാണ് പറയുന്നത്. വനവാസകാലത്ത് പോകുമ്പോൾ ശ്രീരാമസ്വാമി സീതാദേവിയും വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ തിരിച്ചു വരുമ്പോൾ അമ്മയ്ക്ക് മധ്യമ പൂജ ചെയ്തോളാം. ഗംഗാനദിയോട് പറയുന്നുണ്ട്. ഈ വാത്മീകി രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട്, വേറൊരു രാമായണത്തിലല്ല. അപ്പോൾ ഒരു ഹിംസയെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ വേണ്ടി മഹാമുനി വാത്മീകി അത് ഒരൊറ്റ വരിയിലാക്കി ഒതുക്കി വച്ചിരിക്കുക. അത് ഏതാ വരി എന്നൊന്നും ഞാൻ പറയില്ല, കാരണം ആ ഒരൊറ്റ വരി മാത്രം വായിച്ച് പിന്നെ തർക്കിച്ച് പോസ്റ്റ് ഇടാൻ നിൽക്കും. നിങ്ങൾ വായിക്കുക. ആ ഒരു വരി അന്വേഷിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് വരികൾ പഠിക്കും. അതിൻ്റെ പേരിൽ ഞാൻ ആ വരി പറയുന്നില്ല. എന്തായാലും ആ പരാശക്തി, വിശ്വശക്തിയായിരിക്കുന്ന ആ പരാശക്തിയുടെ മന്ത്രം ആദ്യം ഗായത്രി 21 തവണ ഓരോ പ്രാവശ്യം ചൊല്ലുക. അതേപോലെ തന്നെ ഒരു മന്ത്രം ചൊല്ലുക. അങ്ങനെ 21 തവണ ആകുമ്പോൾ നമ്മൾ എണ്ണം വെക്കണം. മാലമണിമയാണെങ്കിൽ ആ മാലമണിമ 21 മണി കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു അടയാളം വെക്കണം. പിന്നെ മന്ത്രം മാത്രം ചൊല്ലിയാൽ മതി. മൊത്തം അങ്ങനെ 108 തവണ ചൊല്ലണം. ഈ മന്ത്രം നമ്മൾ ചൊല്ലുമ്പോൾ തലേദിവസം ഇപ്പോൾ ഓരോരുത്തർ ചോദിക്കുക, അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി പറയണത്, അത് മത്സ്യമാംസം കഴിക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ കഴിച്ചിട്ട് ചൊല്ലാൻ പാടുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ഇടയുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ കൂടുതലായിട്ട് പറയണത്. ഇതിന് ഒരു നിയമവും നമ്മളില്ല. ഭക്ഷണം മാത്രമാണ് ഇതിന്. ഭക്ഷണം എന്തായിക്കോട്ടെ അതൊക്കെ കഴിക്കാം. നമ്മളപ്പോൾ ഒരു ദേവനെ നമ്മൾ പ്രസാദിപ്പിക്കാൻ നോക്കുമ്പോൾ അതിനൊരു സിസ്റ്റമാറ്റിക് ഉണ്ട്. ആ സിസ്റ്റമാറ്റിക് ചെയ്യാനാണ് ഞാൻ പറയണത്. കുളിക്കാതിരിക്കാനും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിനൊരു നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധി അനുസരിച്ചൊരു ശുദ്ധിയുണ്ട്. ആ ശുദ്ധി പാലിക്കാനാണ്, ശാരീരിക ശുദ്ധിയായാലും മാനസിക ശുദ്ധിയായാലും അത് മാത്രമേ പാലിക്കേണ്ടുള്ളൂ എന്ന് പറഞ്ഞു എന്ന് മാത്രം. മന്ത്രം ചൊല്ലാം. ഓം ഗണാംബികായേ വിദ്മഹേ മഹാതപായ ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ഹരപ്രിയ ഹ്രീങ്കാര ലളിതാംബയേ സ്വാഹ. ഈ ധ്യാനം ഒരു തവണ, ക്ഷമിക്കണം, ഈ ഗായത്രി, ലളിതാംബിക ഗായത്രി ഒരു തവണ ചൊല്ലുക.
അത് കഴിഞ്ഞാൽ ഒരു മന്ത്രം ചൊല്ലുക. ഇങ്ങനെ 21 തവണ വരെ ചൊല്ലുക. 21 തവണ ധ്യാനത്തോടു കൂടി മന്ത്രം കഴിഞ്ഞാൽ പിന്നെ മന്ത്രം മാത്രം ചൊല്ലിയാൽ മതി. അങ്ങനെ മൊത്തം 108 തവണ. ഞാൻ പറഞ്ഞു, നിങ്ങളെ ഓരോരുത്തരും സനാതന മാർഗ വിശ്വാസികളായി ആചാര്യന്മാരായി ജീവിക്കുന്നതിനുള്ള മുതൽക്കൂട്ടുകളാണ് ഓരോ എപ്പിസോഡും. അത് നിങ്ങൾ പാലിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ ചെറിയ ചെറിയ അറിവുകൾ ഞാൻ നിങ്ങൾക്കൊരു ദിവസം കൊണ്ട് പറഞ്ഞു തരികയാണ്. നിങ്ങൾക്കത് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ, ആ അറിവിൻ്റെ ഫലമായി ആ സ്നേഹം എനിക്ക് തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടായിരിക്കണേ എന്ന് ഭഗവതിയുടെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. ഈ ഒന്നുകൂടി പറഞ്ഞോട്ടെ, ഈ ക്രിയ ഒന്നുകിൽ പൗർണമി ദിവസം, അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ച, എല്ലാ ചൊവ്വാഴ്ച, അല്ലെങ്കിൽ 30 വെള്ളിയാഴ്ച മാത്രം, അല്ലെങ്കിൽ എല്ലാ ദിവസവും, ഏതാണെങ്കിലും നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ട് പോകണം. ഇത്രയേ ഉള്ളൂ. ചെറിയൊരു മന്ത്രം, ഇതുകൊണ്ട് നമ്മളുടെ ദാരിദ്ര്യ ദുഃഖം മാറും. നമ്മളുടെ കടങ്ങൾ തീരുന്നതിനുള്ള വഴി അമ്മ കാണിച്ചു തരും. അമ്മയെ മുറുക്കി പിടിക്കുക. കടങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ മൂകാംബിക വന്ന് അമ്മയെ ദർശനം ചെയ്തു കൊള്ളാമെന്നും കൂടി പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും കടങ്ങളും വിടും. സ്വസ്ഥത, സമാധാനം അനുഭവിക്കും. നിർത്തുന്നു. ഹരി ഓം നമഃ ശിവായ.